മിൽക്കിൽ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി ഫേവററ്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ മിക്സിംഗ് വിഭവമാണ് ബൂസ്റ്റ് അല്ലേ. ബൂസ്റ്റ്, ഹോർലിക്സ്, അതേപോലെ തന്നെ ബോൺവിറ്റ, ഇതൊക്കെ എസ്പെഷ്യലി കുട്ടികൾക്ക് വെറുതെ പാൽ കൊടുത്ത് അവർ ഒരു പക്ഷേ കഴിക്കില്ല. പക്ഷേ ഇത് ഈ പൗഡേഴ്സൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഫേവററ്റ് ആണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് ബോട്ടിലും പാക്കറ്റിലും വാങ്ങുന്നതിന് പകരം നമുക്ക് സ്വന്തമായിട്ട് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അതിൻ്റെ കണ്ടൻസ് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ നമുക്ക് വിശ്വാസമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്കുകൾ പ്രിപ്പയർ ചെയ്ത് നോക്കുന്നതാണ് നല്ലത് അല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്ക് ഈസി ആയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബൂസ്റ്റിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് സജഷൻസ് അറിയിക്കുക. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബൂസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നട്ട്സാണ്. നട്ട്സായിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാഷ്നട്ടാണ്, അണ്ടിപ്പരിപ്പാണ്. അപ്പം അൺറോസ്റ്റഡ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് ഇട്ട് വാങ്ങിക്കേണ്ടത്. നമുക്ക് റോസ്റ്റഡ് അൺറോസ്റ്റഡും കിട്ടും. അതിനകത്ത് സോൾട്ടൊന്നും ഇടാത്ത, ഉപ്പൊന്നും ഇടാത്ത അൺറോസ്റ്റഡ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടില്ലേ നെയ്യിൽ വറുത്ത്, അപ്പോൾ അൺറോസ്റ്റഡ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടത് ബദാം. അണ്ടിപ്പരിപ്പ് എത്ര എടുക്കുന്നു അത്ര തന്നെ ബദാം എടുക്കണം. 15 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലക്കടല തൊലിയോട് കൂടിയിട്ടുള്ള നിലക്കടലയാണ് നമ്മൾ എടുക്കുന്നത്. തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 50 ഗ്രാം നിലക്കടലയാണ്. 15 അണ്ടിപ്പരിപ്പ്, 15 ബദാം, അതേപോലെ 50 ഗ്രാം നിലക്കടല. ഇത്രയാണ് നമുക്ക് വേണ്ട നട്ട്സ് ബൂസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ, ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വേണം. അപ്പോൾ പൊടികളെല്ലാം ഒരേ കണക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഏകദേശം 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഉണ്ട്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പം നമ്മൾ സാധാരണ ബൂസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ പഞ്ചസാര ഇട്ടാണ് എല്ലാവരും കഴിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉണ്ടാക്കാണ്ട് ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പാലൊഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണമെങ്കിലും ഇടാം. അപ്പോൾ നേരിയൊരു മധുരം ബൂസ്റ്റിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ നട്ട്സ് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലവും ഒരേപോലെ റോസ്റ്റായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടും. പൊടിയായി പോകാതെ ജസ്റ്റ് ഒന്ന് ആ വലിയ പീസസൊക്കെ നുറുങ്ങി ചെറിയ കഷ്ണമായി കിട്ടുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചല്ല, ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുക്കാം ചെറിയ കഷ്ണങ്ങളൊക്കെ. ഒരുവിധം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ നല്ല കുറച്ച് വെക്കണം.
നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്കിനി ബൂസ്റ്റ്